ബി.ജെ.പിയിലേക്ക് വരുന്നത് ജവാൽ സാബിന്റെ ഒരു പൊളിറ്റിക്കൽ റിലേഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി. പിന്നെ വിവേകാനന്ദ കേന്ദ്രവും ഡൽഹിയിലുള്ള സംഘ പ്രവർത്തനങ്ങളും ബി.ജെ.പി ഒക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ നെറ്റ്വർക്കിലാണ് പൊക്കൊണ്ടിരുന്നത്. അങ്ങനെ ബി.ജെ.പിയുടെ പല കാര്യങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഇന്റലക്ച്വൽ വർക്കിലേക്ക് അവിടെ ടോക്കിംഗ് പോയിന്റ്സ് വേണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിസർച്ച് വേണം, അതിനൊക്കെ ഞാൻ ബി.ജെ.പി ഓഫീസിൽ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ അവിടെ ബി.ജെ.പി ഓഫീസിൽ പരിചയമായി. എന്നെ പല ലീഡേഴ്സിന്റെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടു. അന്ന് നിതിൻ ഗഡ്കരി പ്രസിഡന്റ് ആയ സമയമാണ്. അപ്പൊ അന്ന് നിതിൻജിയുടെ മീഡിയ അന്ന് സെറ്റപ്പായി വരുന്നേ ഉള്ളൂ. അപ്പൊ അന്ന് കുറച്ച് സമയത്ത് എനിക്ക് ദിവസം ഒരു 2 മണിക്കൂർ അവിടെ വന്നിരുന്നിട്ട് നിതിൻജിയുടെ മീഡിയയിൽ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. 2011 അഡ്വാണിജി ഒരു രഥയാത്ര നടത്തി, ജനചേതന രഥയാത്ര എന്ന അതിന്റെ പേര്. അതിലൊരു പ്രബന്ധകർ അതിന്റെ ഒരു ഓർഗനൈസർ ആയിട്ട് എന്നെ അന്ന് തെരഞ്ഞെടുത്തു. അന്ന് ഞാൻ ഇന്ത്യ മുഴുവൻ ആദ്യമായിട്ടാണ് ഈ നടത്തുന്നത്, നേരിട്ടുള്ള. അത് ഞങ്ങൾ ഒരു 20 പേരെങ്ങാണ്ട് അതിന്റെ അന്ന് പ്രബന്ധകർ. അന്ന് തേജസ്വി സൂര്യയൊക്കെ അതിന്റെ പ്രബന്ധക. ഞങ്ങൾ അങ്ങനെ ഒരു 20 പേരുടെ ടീം അതിനകത്തുണ്ടായിരുന്നു. അനന്ത്കുമാർജി ആയിരുന്നു അന്ന് ഇതിന്റെ മുഴുവൻ ചാർജ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ടീം ഓഫ് യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇതിന്റെ കോർഡിനേഷൻ, അങ്ങനെ ഒരു ഓർഗനൈസിംഗ് വർക്കിലേക്ക് ഞാൻ അന്നാണ് ഒരു മേജർ ഓർഗനൈസിംഗ് വർക്കിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. അന്ന് കേരളത്തിലും വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പതിയെ ബി.ജെ.പിയിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ് 2011 മുതൽ.